Hi all, I'm CMX Augustin. So മക്കളെ, I'm your faculty for corporate accounting. അപ്പോൾ മക്കളെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ സ്റ്റഡി ലീവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് എല്ലാവരും ഓൾറെഡി സ്റ്റഡി പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്തു. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഓൾറെഡി ഒരു പോർഷൻ വരെ കംപ്ലീറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CMA ഇന്ത്യറിന്റെ പേപ്പർ 10 സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ നമ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് എന്നുള്ള പേപ്പറിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് ബേസ്ഡ് ഉള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ബേസ് ചെയ്ത് ഏതൊക്കെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്കൊരു എക്സാമിനെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ളൊരു ഫെമിലിയാരിറ്റി ഒക്കെ വരാൻ വേണ്ടി എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോവാം വീഡിയോയിലേക്ക്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നുള്ളത് ഒരു 100 മാർക്ക് പേപ്പർ ആണ്. ഓക്കെ, അതില് നമുക്ക് 50 മാർക്സ് വെയിറ്റേജ് കമ്പനി അക്കൗണ്ട്സിനും 50 മാർക്സ് വെയിറ്റേജ് ഓഡിറ്റിങ്ങിനാണ്. ഈക്വൽ വെയിറ്റേജ് ഉള്ള രണ്ട് പോർഷൻസ് ആണ് കമ്പനി അക്കൗണ്ട്സും ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് MCQ ഉണ്ട്. സെക്ഷൻ A എന്ന് പറയുന്ന MCQ ആണ്. 15 questions, 2 mark each, total 30 marks. And സെക്ഷൻ B എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതില് 7 ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് എക്സാമിന്. പക്ഷെ നമ്മൾ അതിന് എത്ര ചെയ്താൽ മതി? 5 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വെച്ച് ടോട്ടൽ 70 മാർക്സ്. മൊത്തം 100 മാർക്കിന്റെ പേപ്പർ. ഓക്കെ, ഇതില് സെക്ഷൻ B എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷണൽ ആണ്. 7 ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതില് 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിന്ന് നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് എന്നുള്ള പോർഷനിൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ വന്നതെന്ന് നോക്കാം. 15 MCQ ക്വസ്റ്റ്യനില് 15 MCQ ക്വസ്റ്റ്യനില് 7 ക്വസ്റ്റ്യൻ കമ്പനി അക്കൗണ്ട്സിൽ നിന്നായിരുന്നു പ്രീവിയസ് ഇയർ. ദാറ്റ് ഇസ് ഡിസംബർ 2023 15 ക്വസ്റ്റ്യൻ MCQ സെക്ഷൻ Aയില് 7 ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത്? കമ്പനി അക്കൗണ്ട്സ് നിന്നാണ്. അതുപോലെ തന്നെ 7 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൽ 4 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വന്നതും എവിടുന്നാണ്? കമ്പനി അക്കൗണ്ട്സിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഇത്രയും വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വന്നത്. അത് നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് എങ്ങനെയാ വന്നതെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് ബേസിക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ഓക്കെ, നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട്സിന്റെ സിലബസിൽ നമുക്ക് 5 മൊഡ്യൂൾ ആണുള്ളത്. 5 മൊഡ്യൂളിലായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. തേർഡ് വൺ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫോർത്ത് വൺ ബാങ്കിങ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്. ആൻഡ് ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അങ്ങനെ 5 മൊഡ്യൂൾ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കമ്പനി അക്കൗണ്ട്സ് എന്നുള്ള പോർഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി മിസ് ഏത് ചാപ്റ്ററിനാ വെയിറ്റേജ് കൂടുതൽ? മക്കളെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ വെയിറ്റേജ് തന്നെ നോക്കിയേ, 5 ചാപ്റ്ററിനും 10% വെച്ചാണ് വെയിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാ ചാപ്റ്ററിനും നിങ്ങൾക്ക് വരുന്നത്. ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് കൂടുതലും മറ്റതിന് വെയിറ്റേജ് കുറവ്, അങ്ങനെയില്ല. എല്ലാ ചാപ്റ്ററിനും ഈക്വൽ വെയിറ്റേജ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ 7 MCQ എന്ന് പറഞ്ഞില്ല, അതിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ MCQ മിനിമം ഉണ്ട്. 2 ചാപ്റ്ററിൽ നിന്ന് മാത്രം അഡീഷണൽ ആയിട്ട് ഓരോന്ന് ചോദിച്ചിട്ടുണ്ട്.
ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ MCQ എങ്കിലും മിനിമം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനകത്തും 5 ചാപ്റ്ററിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. ബിക്കോസ് 5 ചാപ്റ്ററും പഠിക്കണം. ഒരു ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 5നെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. പക്ഷേ അത്ര പഠിക്കാൻ പാടുള്ള കാര്യമില്ല. ഒരു ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഇത് രണ്ടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി മോഡ്യൂൾ വൈസ് നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇത് ഇന്ന് ലാസ്റ്റ് ഇയർ നമുക്ക് 2 MCQ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ഡിസ്ക്രിപ്റ്റീവും ഉണ്ടായിരുന്നു. 2 MCQ ക്വസ്റ്റ്യനും 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. അത് രണ്ടും ചോദിച്ചത് ഷെയർ ചെയ്യുന്നതാണ്. ഡിബഞ്ചർ ഇന്ന് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. ഫുൾ ക്വസ്റ്റ്യൻസ് വന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ആൻഡ് 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 2 ഡിസ്ക്രിപ്റ്റീവ് ആണ് വന്നത്. ആ 2 ഡിസ്ക്രിപ്റ്റീവ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 മാർക്കിന്റെ വെച്ചാണ്. ഫസ്റ്റ് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നത് ഇഷ്യൂ, ഫീച്ചർ, റീഇഷ്യൂ, ഇത്രയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കൊണ്ട് ക്ലബ് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ ആവുന്നത്. ആ ക്വസ്റ്റ്യനകത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഫീച്ചർ ഉണ്ടായിരുന്നു, റീഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റുകളെല്ലാം കവർ ചെയ്യുന്ന 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നു. അതിനകത്ത് വന്നത് നിങ്ങളുടെ റൈറ്റ്സ് ഇഷ്യൂന്റെ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, റൈറ്റ്സ് ഇഷ്യൂ, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കൽ മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ ഇഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾ കമ്പ്യൂട്ടേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് വന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത്. എല്ലാ ക്വസ്റ്റ്യനും ഷെയർ ചെയ്യുന്നതായിരുന്നു. ഡിബഞ്ചറിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ മാം പഠിക്കേണ്ടത്? മക്കളെ, ഫസ്റ്റ് മോഡ്യൂളിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിൽ എല്ലാം ജേർണൽ എൻട്രീസ് ആയിരിക്കും അല്ലെ. നിങ്ങൾ പഠിച്ചത് 90% ജേർണൽ എൻട്രി ആണ്. ജേർണൽ എൻട്രിയുടെ കോൺസെപ്റ്റ് പഠിച്ചു പോവുക. ബിക്കോസ് ഷെയറിന്റെ ഇഷ്യൂ ആണെങ്കിലും റീഇഷ്യൂ ആണെങ്കിലും കോൺസെപ്റ്റ് സെയിം ആണ്. ഡിബഞ്ചറിന്റെ ഇഷ്യൂ ആണെങ്കിലും കോൺസെപ്റ്റ് സെയിം ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ലയബിലിറ്റി കൂടുന്നു, ക്യാഷ് അല്ലെങ്കിൽ അസറ്റ് അകത്തേക്ക് വരുന്നു. ആ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഒരു ജേർണൽ എൻട്രി അതിന്റെ ബേസിക് ഫണ്ടമെന്റൽ എങ്ങനെയാണ് ആ ജേർണൽ എൻട്രി എഴുതേണ്ടതെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാം. ആ ജേർണൽ എൻട്രി എല്ലാം കൂടെ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആപ്ലിക്കേഷനും അലോട്ട്മെന്റും കോഡും ഒക്കെ എങ്ങനെയാണ്, എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, കുറെ ജേർണൽ എൻട്രീസ് ഉണ്ടെന്നേ ഉള്ളൂ. ആ എൻട്രീസ് എല്ലാം കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എൻട്രിയും വരുന്ന ഒരേ പാറ്റേണിലാണ്, ഒരേ റൂട്ടാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂൾ ക്ലിയർ ആയില്ലേ? ഇനി സെക്കൻഡ് മോഡ്യൂൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. ഇതില് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, P&L എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓരോ സ്കെഡ്യൂൾ എങ്ങനെയാണ്, ഓരോ സ്കെഡ്യൂളിൽ എന്തൊക്കെ വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ. പ്രീവിയസ് ഇയറിൽ ഒരു MCQ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ് ചോദിച്ചത്. ഡിസ്ക്രിപ്റ്റീവ് പക്ഷേ 14 മാർക്സിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. P&L സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാനുള്ള സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. 14 മാർക്സിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഓരോ ഫോർമാറ്റിൽ ഓരോ ഹെഡിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത്, എന്തുകൊണ്ട് അത് ആ ഹെഡിൽ വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനും സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോഡ്യൂൾ 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഒരു MCQ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ് ചോദിച്ചത്. 7 മാർക്സിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ് ചോദിച്ചത്. ആൻഡ് അത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, ഫുൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും അല്ല ചോദിച്ചത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിച്ചത്. 7 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എന്താ മക്കളെ പഠിക്കണ്ടേ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 3 ഹെഡ്സ് ഉണ്ട്. എന്താണ്?
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. 3 ഹെഡ്സിലും എന്തൊക്കെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആ ഹെഡ്സിൽ വരുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ 2 മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡും. ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസിയാണ്. ആൻഡ് നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ആൻസർ ശരിയാണെങ്കിൽ എന്ത് പറ്റി, നമ്മുടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസും ഈക്വലന്റ് വഴി ടാലി ആയി, അല്ലെങ്കിൽ ടാലി ആവില്ല. അപ്പം നമ്മൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ അവിടെ വെച്ച് തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി. അപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ FM എന്നുള്ള പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ ആണിത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ള പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇവിടെ സ്കിപ്പ് ചെയ്താൽ അവിടെയും സ്കിപ്പ് ചെയ്യണം. അപ്പം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്തും നിങ്ങൾക്ക് ഒരുപോലെ നിങ്ങൾ പഠിച്ചു തീർക്കാം. 2 സ്ഥലത്തും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 4. ഇതിൽ നിന്ന് നമുക്ക് ഒരു MCQ ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും ചോദിച്ചു. 7 മാർക്ക് ഈച്ച് വെച്ച് ടോട്ടൽ 14 മാർക്സിന്റെ. ദാറ്റ് ഈസ് അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഒരു ക്വസ്റ്റ്യൻ പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നുള്ള പോർഷനിൽ നിന്നാണ് ചോദിച്ചത്. ആൻഡ് സെക്കൻഡ് പോർഷൻ ചോദിച്ചത് നമ്മുടെ ഇൻഷുറൻസിൽ നിന്നാണ്. പവറിൽ നമുക്ക് ചോദിച്ചത് ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻ ആയിരുന്നു. ആൻഡ് ഇൻഷുറൻസ് നമ്മളോട് ചോദിച്ചത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ആയിരുന്നു. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് എക്സാമിന് ചോദിച്ചത്. ടോട്ടൽ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ പോർഷനിൽ നിന്ന് വന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ, ദാറ്റ് ഇസ് ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ് കമ്പനീസിൽ നിങ്ങൾക്ക് ഒരുപാട് തിയറി, ലൈക്ക് ഒരുപാട് ഫോർമാറ്റ്, ദാറ്റ് ഇസ് റവന്യൂ അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിന്റെയും ഇൻഷുറൻസിന്റെ, ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഓരോ ചാപ്റ്ററിനകത്തും കുറെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ റിബേറ്റ് കമ്പ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ, വാലുവേഷൻ ബാലൻസ് ഷീറ്റ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ബാങ്കിങ്ങിലും ഇലക്ട്രിസിറ്റിയിലും ഇൻഷുറൻസിലും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ പോർഷൻസിനായിരിക്കും നിങ്ങൾക്ക് എക്സാമിന്, ഇന്റർനെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. അല്ലാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട്, റവന്യൂ അക്കൗണ്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, ചെറിയ ചെറിയ പോർഷൻസ് ഒത്തിരി നിങ്ങളുടെ ആ 3 ചാപ്റ്ററിലായിട്ട് കിടപ്പുണ്ട്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് 2 MCQ ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, 7 മാർക്കിന്റെ. അത് വന്നത് നമ്മുടെ EPSന്റെ ഒക്കെ ഡൈല്യൂട്ടഡ് EPS, നോർമൽ EPS, ആ ഒരു പോർഷനിൽ നിന്നുള്ള ASന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ദാറ്റ് ഇസ് ഡിസംബർ 2023 നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിസ്സേ എങ്ങനെ പഠിക്കണം, ഇതെല്ലാം പഠിക്കണം മക്കളെ. എല്ലാ ചാപ്റ്ററും മാക്സിമം കവർ ചെയ്യാൻ നിങ്ങൾ നോക്കുക, അതാണ് നല്ലത്. ഓക്കെ, ബിക്കോസ് നമ്മള് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈക്വൽ വെയിറ്റേജ് ആയതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കും ഫസ്റ്റ് ചാപ്റ്റർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സ്റ്റാർട്ട് ചെയ്യാത്തവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ, കമ്പനി അക്കൗണ്ട്സിലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ 5 ചാപ്റ്ററിന്റെയും ഓരോ പേജ് മാത്രം വരുന്ന ഒരു റഫ് നോട്ട്, ഇമ്പോർട്ടന്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ജേർണൽ എൻട്രീസ് ആണ് കൂടുതലുള്ളത്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ജേർണൽ എൻട്രീസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സെക്കൻഡ് ചാപ്റ്ററിൽ P&Lന്റെയും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. തേർഡ് ചാപ്റ്ററിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഫോർത്ത് ചാപ്റ്ററിൽ നമുക്ക് വേണ്ട ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ് കമ്പനീസിന്റെ കേസസിൽ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ, വേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ലാസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റ് എക്സാമിന് മുന്നേ റെഫർ ചെയ്യാൻ ഇത് മാത്രം മതി. ആൻഡ് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കോർപ്പറേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ളത്. സോ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ പോർഷനാണ് കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. തിയറി വരാൻ ചാൻസ് തീരെ കുറവാണ്, പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, ആൻഡ് മക്കളെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവര് മിസ്സേ പഠിച്ചു തീരുവോ? ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ
ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ബാക്കിയുള്ളവർ എത്ര നേരമാണോ പഠിക്കുന്നത് ആ സെയിം ടൈമിങ് നിങ്ങൾ പഠിച്ചാൽ പോരാ. നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം, ബിക്കോസ് ഇത്ര നാൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയവും കൂടെ എടുത്ത് നിങ്ങൾ പഠിക്കണം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാന്നുള്ളതാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നാലും എഴുതാൻ പറ്റും. അപ്പൊ മാക്സിമം കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിച്ചു പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പിംഗ് എയ്ഡോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. വേണ്ടവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് റെഫറൻസിനോ കാര്യങ്ങളോ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാം. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ് ഓർ പാനിക്. അപ്പൊ നമ്മള് ടെൻഷൻ അല്ലെങ്കിൽ നമ്മളൊന്ന് പാനിക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ പഠിച്ചുകൂടെ മറന്നു പോകത്തേ ഉള്ളൂ. സോ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസിനെ അപ്രോച്ച് ചെയ്യുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. മാക്സിമം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റിനകത്ത് ആൻസർ ഷീറ്റിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതായത് നമ്മുടെ വാല്യൂവർക്ക് എക്സാം വാല്യൂ ചെയ്യാൻ വേണ്ടി പേപ്പർ എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആസ്പെക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ പേപ്പറിനോട് തോന്നണം. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ. വൃത്തിക്ക് ഓരോ ഫോർമാറ്റും വൃത്തിക്ക് സ്കെയിലും പെൻസിലൊക്കെ വെച്ച് നല്ലതായിട്ട് ഡ്രോ ചെയ്ത് തന്നെ നിങ്ങളത് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യു എക്സാംസ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാവട്ടെ. ആൻഡ് ഞങ്ങളുടെ we will all pray for you and all the very best. So God bless you all. Thank you.